ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്തമായ ആക്രമണത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന സൂചന നൽകാൻ ഇറാൻ ഉയർത്തിയത് ഒരു ചുവന്ന കൊടിയാണ്. ഫാമിലെ ജംകരാൻ പള്ളിയുടെ മിനാരത്തിൽ ഇറാൻ ചുവന്ന കൊടി ഉയർത്തിയതായാണ് ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പള്ളി മിനാരത്തിൽ ചെങ്കൊടി ഉയർത്തുന്നതിൻ്റെ വീഡിയോ ഞായറാഴ്ച പുറത്തു വന്നിരുന്നു. ജംകരാൻ പള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ് ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. അമേരിക്കൻ സയനിസ്റ്റ് കുറ്റവാളികളോട് പ്രതികാരം ചെയ്യും എന്നാണ് ആ വീഡിയോക്കൊപ്പം ഉണ്ടായിരുന്ന കുറിപ്പിൽ പറയുന്നത്. പ്രതികാരത്തിൻ്റെയും ക്രോധത്തിൻ്റെയും അടയാളമായാണ് പള്ളി മിനാരത്തിന് മുകളിൽ ചെങ്കൊടി ഉയർത്തുന്നത്. ഷിയകളുടെ പാരമ്പര്യം അനുസരിച്ച് നോക്കിയാൽ ചിന്തിയ ചോരക്ക് പകരം ചോദിക്കുമെന്നതിൻ്റെ മതപരവും സൈനികവുമായ ഒരു പ്രതീകമാണ് ഈ ചുവന്ന പതാക. പരമോന്നത നേതാവിൻ്റെ രക്തത്തിന് പകരം ചോദിക്കാൻ ശക്തമായ ആക്രമണത്തിനാണ് ഇറാൻ ഒരുങ്ങുന്നത് എന്നാണ് വിലയിരുത്തൽ. നേരത്തെയും ഖ്വാമിലെ ജംകരാൻ പള്ളിയിൽ പ്രതികാരത്തിൻ്റെ പതാകയായ ചുവന്ന കൊടി ഉയർത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചപ്പോഴും ഈ ചെങ്കൊടി ഉയർത്തിയിരുന്നു. അതിനു മുമ്പ് 2024 ജൂലൈയിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് ഇസ്രയേൽ വധിച്ചപ്പോഴും ഈ പതാക ഉയർന്നിരുന്നു. 2024 ഏപ്രിലിൽ ഇസ്രയേലുമായുള്ള സംഘർഷത്തിനിടയിലും ജംകരാൻ പള്ളിയിൽ ചെമ്പതാക ഉയർന്നിരുന്നു. 2020 ജനുവരിയിലാണ് ഇറാൻ ആദ്യമായി പ്രതികാരത്തിൻ്റെ ഈ പതാക ഉയർത്തിയത്. ജനറൽ ഖാസിം സൊലൈമാനിയെ അമേരിക്ക ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചപ്പോഴായിരുന്നു അന്ന് പതാക ഉയർത്തിയത്. ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ദുഃഖാചരണമായി എല്ലാ വർഷവും മുഹറത്തോട് അനുബന്ധിച്ച് 10 ദിവസം ചുവന്ന പതാക ഉയർത്തുന്ന ഒരു പതിവ് ഇറാനിലുണ്ട്. യാല തരത്തൽ ഹുസൈൻ എന്ന് രേഖപ്പെടുത്തിയ ചുവന്ന പതാകയാണ് പ്രതികാരത്തിൻ്റെ അടയാളമായി ഇറാൻ ഉയർത്തുന്നത്. ഹുസൈന് വേണ്ടി പ്രതികാരം ചെയ്യുന്നവരെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ കൊടി വീണ്ടും ഉയർത്തിയതിലൂടെ പശ്ചിമേഷ്യയിൽ സംഘർഷം ഇനിയും രൂക്ഷമാകാം എന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. ഇപ്പോൾ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇറാനിയൻ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി. ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ താൻ വീണ്ടും ശ്രമിച്ചുവെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ അവകാശവാദങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് ലാരിജാനിയുടെ പുതിയ പ്രതികരണം. ഞങ്ങൾ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സൈനികരുടെ കൂടുതൽ ജീവഹാനിയെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആശങ്കപ്പെടുകയാണ് എന്നും ലാരിജാനി പറയുന്നു. അതിനിടെ അമേരിക്കൻ F-15 യുദ്ധവിമാനം കുവൈത്തിൽ തകർന്നു വീണിട്ടുണ്ട്. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തകർന്നതാണോ എന്നതിൽ വ്യക്തതയില്ല. അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാകാം എന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും വിമാനത്തിൻ്റെ പൈലറ്റുമാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. മിസൈൽ ഡ്രോൺ ആക്രമണ ഭീഷണികളെ തുടർന്ന് അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയാൻ അഭ്യർത്ഥിച്ച് US എംബസി കുവൈത്തിൽ മുന്നറിയിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. കുവൈത്തിന് മുകളിൽ ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഭീഷണി തുടരുകയാണ്. എംബസിയിലേക്ക് വരരുത്, നിങ്ങളുടെ വീടുകളിൽ താഴത്തെ നിലകളിലും ജനലുകളിൽ നിന്ന് അകന്നും സുരക്ഷിതമായി കഴിയുക, പുറത്തിറങ്ങരുത് എന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺസുലേറ്റ് അഫയേഴ്സ് Xൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്.